ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ബാക്ക്ഗ്രൗണ്ടിനൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ടല്ലേ. നമ്മൾ സ്റ്റുഡിയോ സെറ്റപ്പ് എൻ്റെ ഒരു പോഡ്കാസ്റ്റ് സെറ്റപ്പൊക്കെ മുകളിൽ സെറ്റ് ചെയ്യുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സെറ്റപ്പുള്ള ഒരു ഫസ്റ്റത്തെ വീഡിയോ ആണിത്. ആൻഡ് സെറ്റ് ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി, ബട്ട് പ്രോപ്പറായിട്ടൊരു വീഡിയോ ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സമയം കിട്ടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അത്ര ഭയങ്കര ബിസി ആയതുകൊണ്ടൊന്നുമല്ല. ആൻഡ് അപ്പുറത്തൊരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള സൗണ്ടുകൾ ഇതിനകത്ത് ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത്രയും കുറേ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത്. സോ ഐ തോട്ട് ഇന്ന് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്നൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാനിത് എന്ത് വിഷയം ഞാൻ ചൂസ് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യനിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് എൻ്റെ അടുത്ത് വിഷ്ണു പറഞ്ഞത് സൈക്കോളജി വീഡിയോ ചെയ്താലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചു. ആൻഡ് നിങ്ങളുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും എപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനങ്ങൾ കിട്ടുന്നതും ഈ ഒരു സൈക്കോളജി വീഡിയോക്ക് തന്നെയാണ്. ആൻഡ് നമ്മുടെ ചാനലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ളതും സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് തന്നെയാണ്. സോ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ സൈക്കോളജിയാണ് മാറേണ്ടത് എന്നുള്ളത് നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ട്രേഡിങ്ങിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്ട്രാറ്റജിക്ക് അത്ര ഭയങ്കര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നുള്ളത് ഒരു സ്റ്റേജിലെത്തുമ്പോഴേ നമ്മൾ മനസ്സിലാവുള്ളൂ. ആ ഒരു സ്റ്റേജിലെത്തുമ്പോഴേക്ക് നമ്മുടെ കോൺഫിഡൻസും എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൈവിട്ട് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് റിയാലിറ്റി. സോ ഐ തോട്ട് നമുക്കിന്നൊരു സൈക്കോളജി വീഡിയോ തന്നെ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. സോ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് എഗെയിൻ നമ്മുടെ ഒരു വീഡിയോയുടെ സ്റ്റൈൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. ഞാനൊരിക്കലും എഴുതി വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും തന്നെ പറയാറില്ല. ആ ഒരു ഫ്ലോയിൽ എന്താണോ പറഞ്ഞു പോകുന്നത് അത് തന്നെയായിരിക്കും എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത്. എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ മാത്രം ശരികളായിരിക്കാം. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ ശരികളായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കുക. ആൻഡ് പ്ലസ് പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മേ ബി ഇതിൻ്റെ കൂട്ടത്തിലും വന്നേക്കാം. സോ ബോറിംഗ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആൻഡ് ഇങ്ങനെയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കൂടെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അൺലിമിറ്റഡ് ലേണിംഗ് ഇവിടുന്ന് കിട്ടും എന്നുള്ള ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവുന്ന കാര്യങ്ങൾ ഒരിക്കലും ഞാനിവിടെ പറയാറില്ല. ഫേക്ക് പ്രൊമോഷൻസ് ഞാൻ ചെയ്യാറില്ല, ഫേക്ക് പ്രോമിസസ് ഞാൻ ചെയ്യാറില്ല എന്നുള്ളതാണ്. അനഗെയിൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കോ കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ചുമ്മാ ഇങ്ങനെ നടക്കുമ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഓറൽസ് പോഡ്കാസ്റ്റിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ അങ്ങനെ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം അല്ലെങ്കിൽ കണ്ടൻറ്റുകൾ മാത്രമാണ് ഞാൻ അധികം കൺസ്യൂം ചെയ്യാറ്. സോ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നടക്കുമ്പം ഞാൻ പേര് ഓർക്കുന്നില്ല, ഒരു ഫേമസ് ആയിട്ടുള്ള ട്രേഡറാണ്, ഡെൻമാർക്കിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ട്രേഡറാണ്. സോ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഞാനിങ്ങനെ കേൾക്കാനിടയായി. സോ അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. സോ ആ ഒരു കോട്ട് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ നമ്മളുടെ ഒരു സെഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അദ്ദേഹം പറയുന്ന ഒരു കാര്യം പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനടക്കം എപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലേ. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നല്ല. അദ്ദേഹം പറയുന്നൊരു കാര്യം പ്രാക്ടീസ് മേക്ക് പെർമനൻറ്റ് എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്തൊരു കാര്യം പ്രാക്ടീസ് എഗെയിൻ ആൻഡ് എഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നോ അത് നമുക്കൊരു പെർമനൻറ്റ് ശീലമായിട്ട് മാറുന്നതാണ്. സോ അവിടെ എനിക്ക് തോന്നി ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. സോ ഞാൻ ആഡ് ചെയ്യുന്ന പോയിൻ്റ് ഇത്രയേ ഉള്ളൂ, പ്രാക്ടീസ് പ്ലസ് അൺലേണിംഗ് മേക്ക് പെർഫെക്റ്റ്, അല്ലെങ്കിൽ പ്രാക്ടീസ് പ്ലസ് അൺലേണിംഗ് മേക്ക് പെർമനൻറ്റ്. സോ ഈ ഒരു പോയിൻറ്റുമായിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ നിങ്ങളൊന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളൊരിക്കലും പ്രാക്ടീസ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നുള്ളത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വോയിസ് നോട്ട് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വോയിസ് നോട്ടിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റുഡൻറ്റ് എനിക്ക് അയച്ചു തന്ന വോയിസ് നോട്ടായിരുന്നു. സോ ആ വോയിസ് നോട്ടിൽ വന്നിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയായിരുന്നു, ഞാനൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ഞാൻ നമ്മുടെ AOT ഫാമിലിയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് US ഓയിലിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് പ്രോപ്പർ ക്രൂഡ് ഓയിൽ, ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്ന ക്രൂഡ് ഓയിലല്ല, US ഓയിൽ. സോ അതിലൊരു സ്ട്രാറ്റജി ഞാൻ ബിൽഡ് ചെയ്തപ്പം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഒരു ചാർട്ടിൽ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിൻ്റിൻ്റെ മുകളിൽ ബൈ ഓർ സെല്ല് എന്നുള്ളത് മാത്രമാണ് എൻ്റെ കണ്ടീഷൻസ് വരുന്നത്. ആൻഡ് അഗെയിൻ ഗോൾഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 10 വയസ്സായ കൊച്ചിന് പോലും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാറ്. പ്രൈസിനെ വായിക്കുക, ക്യാൻഡലിനെ വായിക്കുക, ക്യാൻഡലിൻ്റെ ബിഹേവിയർ വായിക്കുക, എഗെയിൻ ആൻഡ് എഗെയിൻ ഉണ്ടാകുന്ന സംഗതികൾ മനസ്സിലാക്കിയെടുക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ എൻ്റെ സ്റ്റുഡൻ്റ് അടുത്ത് ചോദിച്ച കാര്യം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. എക്സാജുറേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. സിമ്പിളായിട്ട് ബാക്ക് ടെസ്റ്റിംഗ് ആണ് ഞാൻ അദ്ദേഹത്തിന് ആൻസറായിട്ട് കൊടുത്തത്. സോ
പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്ന് പറയുന്നതിൻ്റെ കൂടെ പ്രാക്ടീസ് പ്ലസ് അൺലേണിംഗ് മേക്ക് പെർഫെക്റ്റ് അല്ലെങ്കിൽ മേക്ക് പെർമനൻറ്റ് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ ചെയ്തു വന്നിട്ടുള്ള മിസ്റ്റേക്കുകളുണ്ട്, ആ ഒരു മിസ്റ്റേക്കിനെ എല്ലാം തന്നെ നമ്മൾ മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ മാത്രമേ, ആ ഒരു മിസ്റ്റേക്കുകളെ നമ്മൾ കളയാനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ നമ്മൾ പെർഫെക്റ്റ് ആവുകയുള്ളൂ എന്നുള്ളതാണ്. സോ നിങ്ങൾക്കൊരു ബെറ്റർ ട്രേഡർ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ട്രേഡിംഗ് ജേണി നിങ്ങൾക്ക് ഒന്നുകൂടി ബെസ്റ്റായിട്ട് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലീസ് അൺലേൺ യുവർ മിസ്റ്റേക്സ് എന്നുള്ളതാണ്. നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എന്താണോ അതിനെ മനസ്സിലാക്കുക, അതിനെ അൺലേൺ ചെയ്ത് കളയുക. ലൈക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതിന് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും പിന്നെയും നമ്മളുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ആ ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന, അതായത് പുതിയൊരു ഡേ സ്റ്റാർട്ട് ചെയ്ത് പുതിയൊരു ട്രേഡിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ ഈ ഒരു മിസ്റ്റേക്കുകളെ എഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന പോയിൻറ്റിന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. കാരണം ഇപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കും മൂവിങ് ആവറേജ് അറിയാത്തത് കൊണ്ടാണോ നിങ്ങൾ ലോസ് ഉണ്ടാക്കണേ? നിങ്ങൾ പകുതി ആൾക്കാർ മൂവിങ് ആവറേജ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഇപ്പം നമ്മൾ കേരളത്തിലെ ട്രേഡേഴ്സിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾ ഓവർ ട്രേഡേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററാണ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആൻഡ് പ്ലസ് നോർമൽ മൂവിങ് ആവറേജ് പ്ലസ് RSI പ്ലസ് സ്റ്റൊക്കാസ്റ്റിക് ഓറൽസ് CPR ഓറൽസ് സൂപ്പർ ട്രെൻഡ്. സോ ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ്. സോ ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ നിങ്ങൾ ലോസ് ഉണ്ടാക്കണേ? അല്ല, നിങ്ങൾ ആ ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ച് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട് അല്ലേ, എന്നിട്ടും നമ്മൾ ലോസ് ആണ് ഉണ്ടാക്കുന്നത്. സോ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇൻഡിക്കേറ്റർ അറിയാത്തത് കൊണ്ടല്ല നിങ്ങൾ ലോസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ലോസ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ സൈക്കോളജി ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. ഹ്യൂമൻ എററാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചറാണതെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇപ്പം ഞാൻ രാവിലെ തുടക്കത്തിൽ ഒരു വീഡിയോ കണ്ട കാര്യം പറഞ്ഞു, ഒരു പോഡ്കാസ്റ്റ് കണ്ട കാര്യം പറഞ്ഞു. സോ ആ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ബെയർ മാർക്കറ്റ് അദ്ദേഹം ഫേസ് ചെയ്തതിന് ശേഷം അദ്ദേഹം 100% ആയിട്ട് മനസ്സിലുറപ്പിച്ചൊരു കാര്യമാണ്, മാർക്കറ്റിൽ ടെക്നിക്കൽ അനാലിസിസിന് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസിന് പ്രത്യേകിച്ച് യാതൊരു റോളുമില്ല ഫോർ എ ഇൻട്രാഡേ ട്രേഡർ എന്നുള്ളത്. ഒരു ഇൻട്രാഡേ ട്രേഡർക്ക് ടെക്നിക്കൽ അനാലിസിസിലോ ഫണ്ടമെൻ്റൽ അനാലിസിസിലോ പ്രത്യേകിച്ച് യാതൊരു റോളുമില്ല. അവരെ രക്ഷിക്കാൻ പോകുന്നത് സൈക്കോളജി, മണി മാനേജ്മെൻറ്റും മാത്രമാണെന്നുള്ളത്. ആൻഡ് എന്നിട്ട് ആ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കേസ് സ്റ്റഡി ഷെയർ ചെയ്യുന്നുണ്ട്. സോ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ആഫ്രിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ, അതായത് ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനിയായിരുന്നു. സോ എന്നിട്ട് അവരുടെ വിന്നിങ് റേഷ്യോനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. സോ അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്ക്ഡായി പോയിട്ടോ. സോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 20% വിൻ റേഷ്യോ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് റൺ ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജിക്ക് ഉള്ളൂ എന്നുള്ളതാണ്. ആ സ്ട്രാറ്റജിയുടെ പേരും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിൻ്റെ അടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും ഈ ഒരു സം ഓഫ് സ്ട്രാറ്റജി. ആൻഡ് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നൊരു ഫ്രണ്ട് ഇങ്ങനെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്തിട്ട് ജസ്റ്റ് 20% വിൻ റേഷ്യോ മാത്രമേ ഉള്ളൂ. അപ്പം ഇദ്ദേഹം അയാളുടെ അടുത്ത് ചോദിച്ചത്രേ, എങ്ങനെയാണ് ഈ 20% വിൻ റേഷ്യോ വെച്ചിട്ട് നിങ്ങൾ ആളുകളുടെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് റൺ ചെയ്ത് പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഇദ്ദേഹത്തോട് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എൻ്റെ ട്രേഡ് തെറ്റാണെന്ന് എൻ്റെ സിസ്റ്റം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ഞാൻ ആ ട്രേഡിലിരിക്കില്ല. ആ സെക്കൻഡിൽ ഞാൻ ആ ട്രേഡിനെ കട്ട് ചെയ്യും, ഹോപ്പ് അവിടെ വരില്ല. എൻ്റെ ട്രേഡ് എൻ്റെ ഡയറക്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ഞാൻ പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ എനിക്ക് 20% ആക്യുറസി മതി. ആൻഡ് അവർ അത്രയും വലിയൊരു ക്യാപിറ്റൽ അത് വെച്ചിട്ട് ബിൽഡ് ചെയ്തു എന്നുകൂടി പറയുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും, സ്ട്രാറ്റജിയുടെ വിൻ റേഷ്യോ എന്ന് പറയുന്നത് അത്ര ഭയങ്കര കാര്യമൊന്നുമല്ല എന്നുള്ളത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു 20% വിൻ റേഷ്യോ, നേരത്തെ ഞാൻ പറഞ്ഞ കേസിൽ 20% വിൻ റേഷ്യോ ഉള്ളൂ എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം നമുക്ക് വ്യാഴാഴ്ച നമുക്ക് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുള്ള, ബാങ്ക് നിഫ്റ്റിയെ നമുക്ക് ഒഴിവാക്കാം കാരണം അന്നത്തെ ദിവസം ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഒന്നുമല്ല. ബട്ട് കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ കിട്ടിയിട്ടുള്ള ആ ട്രേഡ് പോലെയുള്ള ഒരു ട്രേഡ് എന്തെങ്കിലും സെറ്റപ്പിൽ നിങ്ങൾക്ക് ട്രേഡിലേക്ക് എൻ്റർ ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ആക്യുറസി ഉണ്ടെങ്കിൽ പോലും അടുത്ത 80 ദിവസം കളയാനുള്ള പ്രോഫിറ്റ് നിങ്ങളൊരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. സോ സൈക്കോളജി ഈസ് ദ കീ അല്ലേ? നമ്മളാരും ലോസ് ഉണ്ടാക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അവൈലബിലിറ്റിയുടെ കുറവ് കൊണ്ടോ അല്ല. നമുക്ക് എല്ലാവർക്കും പ്ലെൻറ്റി ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ബട്ട് നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ ലോസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാവാനുള്ള ഒറ്റ കാരണം നമ്മൾ അൺലേൺ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ
അൺലൈൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സൈക്കോളജി ബിൽഡ് ചെയ്ത് വരിക എന്നുള്ളതാണ്. സൈക്കോളജി ബിൽഡ് ചെയ്ത് വരിക എന്ന് പറയുമ്പം പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ പേര് ടർട്ടിൽ ട്രേഡർ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ടർട്ടിൽ ട്രേഡർ, അദ്ദേഹത്തിൻ്റെ പേര് എന്തോ ഒരു ഡെന്നിസാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഡയലോഗുണ്ട്. എൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഞാൻ പിന്നെ ഡെയിലി മെയിലോ വാഷിങ്ടൺ പോസ്റ്റിലോ ഫ്രണ്ട് പേജിൽ അച്ചടിച്ച് കൊടുത്താൽ പോലും, അതായത് ഞങ്ങളുടെ ട്രേഡിംഗ് റൂള്, ടർട്ടിൽ ട്രേഡറിൻ്റെ ട്രേഡിംഗ് റൂള് ഫ്രണ്ട് പേജിൽ പേപ്പറിൽ അച്ചടിച്ച് കൊടുത്താൽ പോലും ആ ഒരു റൂള് ഫോളോ ചെയ്യാൻ പറ്റാണ്ട് ലോസ് ഉണ്ടാക്കുന്ന ട്രേഡേഴ്സ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കോട്ട് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ നിങ്ങളതിൻ്റെ ഒരു ഡെപ്ത് എത്രയാണെന്നുള്ളത്? അവർ അത്രയും സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യുന്നൊരു സ്ട്രാറ്റജി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് തന്നാൽ പോലും നിങ്ങളതിനകത്തുനിന്ന് ലോസേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ ഞാൻ ഇതേ ഒരു പോയിന്റിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈച്ച് ആൻഡ് എവറി ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, രാവിലെ തന്നെ ചാർട്ടിൽ ലെവൽസ് മാർക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. ഇന്നലെ അടക്കം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിൽ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് അത് തന്നു. ആൻഡ് അതിൻ്റെ പ്രോഫിറ്റ് ബുക്കും കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് തന്നെ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിഫ്റ്റിയിൽ മൂവ് ഇല്ലാത്തതുകൊണ്ട് നിഫ്റ്റിയിൽ എനിക്ക് പ്രതീക്ഷയില്ല എന്ന് പോലും ഞാൻ പറയുകയുണ്ടായി. ആൻഡ് പ്രതീക്ഷയില്ലാത്തതുപോലെ തന്നെയാണ് സംഗതികൾ നടന്നിട്ടുള്ളത്. ആൻഡ് അത് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലേ. എനിക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല എൻ്റെ ട്രേഡ് എല്ലാം തന്നെ ടാർഗറ്റിലേക്ക് എത്തും എന്നുള്ളത്. ബട്ട് എനിക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. ഞാൻ ലോസാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ലോസിനെ എവിടെ കട്ട് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. പ്ലസ് എൻ്റെ സിസ്റ്റം ഓവറോൾ ഇൻ എ ലോങ് ടൈം പീരീഡ് എനിക്ക് പ്രോഫിറ്റാണ് തരിക എന്നുള്ളതും എനിക്ക് ഗ്യാരണ്ടിയാണ്. ആ ഒരു 2 ഗ്യാരണ്ടിയുടെ പുറത്ത് മാത്രമാണ് ഇത്രയും ആളുകൾ ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പിൽ ഞാൻ ഈ ചാർട്ടിനെ ഈച്ച് ആൻഡ് എവറി ഡേ മാർക്ക് ചെയ്ത് അയച്ചു തരുന്നത്. നിങ്ങൾ ആ ഒരു ചാർട്ട് ഒന്ന് എടുത്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി, എത്ര പ്രാവശ്യം അതിനകത്ത് ലോസ് വന്നിട്ടുണ്ടാവും എന്നുള്ളത്, എത്ര പ്രാവശ്യം അതിനകത്ത് SL വന്നിട്ടുണ്ടാവുന്നുള്ളത്. വളരെ ചുരുക്കം കേസുകളിലേ വന്നിട്ടുണ്ടാവുള്ളൂ. ആൻഡ് അഗെയിൻ ചുരുക്കം കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും എന്തായിട്ടുണ്ടാവില്ല, അതിനകത്ത് CEയിലും PEയിലും എഗെയിൻ ആൻഡ് എഗെയിൻ SL കിട്ടുന്നൊരു പരിപാടി ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അങ്ങനത്തെ ഒരു സിസ്റ്റം എനിക്ക് വേണ്ടി ബിൽഡ് ചെയ്തെടുത്തേക്കാണ്. ദാറ്റ് നോട്ട് കോൾഡ് സ്ട്രാറ്റജി. അതിനൊരു സ്ട്രാറ്റജി എന്ന് പേര് പറയാൻ പറ്റില്ല. എൻ്റെ സിസ്റ്റം വരുന്നത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലറുടെ പിന്നെ സെൻറ്റിമെൻറ്റ് എന്താണ് വായിക്കുക എന്നുള്ളതാണ് എൻ്റെ സിസ്റ്റം. അത് നിങ്ങൾക്ക് എൻ്റെ അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. മേ ബി എന്നെക്കാളും ബെറ്ററായിട്ട് ചെയ്യുന്ന ആൾക്കാർ 100% മുകളിലുണ്ടാവും. ബട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാത്തത് കൊണ്ടാണ് ലോസ് ഉണ്ടാക്കുന്നത് എന്ന് യാതൊരു അർത്ഥവുമില്ല. നിങ്ങളുടെ സൈക്കോളജി ബിൽഡായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്കിതൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു XYZ സെറ്റപ്പ് മാത്രം മതി. നിങ്ങളുടെ സൈക്കോളജി ബിൽഡ് ചെയ്തെടുക്കുക. സൈക്കോളജി ബിൽഡ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനാണ്. നിങ്ങളൊരു ഡിസിപ്ലിൻ ആയിട്ടുള്ള മനുഷ്യനാവുക എന്നുള്ളതാണ്. പഴയ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ അതിനെ തന്നെ ഞാൻ കോട്ട് ചെയ്യാണ്. എൻ്റെ കോട്ടായിട്ട് നിങ്ങൾ ഇതിനെ കണക്കൂട്ടിക്കോ. മാർക്കറ്റ് നിങ്ങളെ പഠിപ്പിക്കും. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ടീച്ചറാണ്. എഗെയിൻ ഞാൻ പറയുകയാണ്, മാർക്കറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ടീച്ചർ. മാർക്കറ്റ് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങളുടെ സ്വഭാവം മോശമാണെന്നുണ്ടെങ്കിൽ സ്വഭാവം മാർക്കറ്റ് നന്നാക്കും. നിങ്ങൾ ഗ്രീഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റ് നിങ്ങളെ ഗ്രീഡിനെസ്സിനെ ഒഴിവാക്കി തരും എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ നല്ല മനുഷ്യനാക്കി പോളിഷ് ചെയ്തെടുക്കുക എന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ ഗ്രീഡിനെസ് കൊണ്ട് നിങ്ങളൊന്നും ചെയ്യാനാവാത്തൊരു മനുഷ്യനാണെന്നുള്ളത് നിങ്ങളെ പ്രൂവ് ചെയ്ത് മാർക്കറ്റ് കാണിച്ചു തന്നിട്ടില്ല എന്നുള്ളത് താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ എത്രത്തോളം ആക്രാന്തം കാണിക്കുന്നു അത്രത്തോളം മാർക്കറ്റ് നിങ്ങളെ തല്ലിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ അച്ചടക്കമില്ലാത്തവനാണെന്നുണ്ടെങ്കിൽ അച്ചടക്കം മാർക്കറ്റ് നിങ്ങളെ പഠിപ്പിക്കും. എങ്ങനെ അച്ചടക്കം പഠിപ്പിക്കും? ലോസുകൾ തന്നുകൊണ്ടേയിരിക്കും മാർക്കറ്റ്. എഗെയിൻ ആൻഡ് എഗെയിൻ ലോസുകൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അച്ചടക്കം പഠിക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ് വിട്ടു പോവുക. ഇതല്ലാണ്ട് നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടാവില്ല. ഞാൻ അതേ ഓപ്ഷൻ കടന്നു വന്നിട്ടുള്ള മനുഷ്യനാണ്. അച്ചടക്കം പഠിക്കുക എന്നുള്ളതാണ് ഞാൻ അവിടെ ചൂസ് ചെയ്തിട്ടുള്ള പോയിന്റ്. മാർക്കറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ടീച്ചർ. മാർക്കറ്റ് നിങ്ങളെ പഠിപ്പിച്ചു തരും. മാർക്കറ്റ് പഠിപ്പിക്കുന്ന പാഠങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റ് വൺസ് ഒരു കാര്യം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതിലുള്ള മിസ്റ്റേക്കുകൾ, അതായത് പ്രീവിയസ്ലി നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനെ അൺലേൺ ചെയ്യുക. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എഴുതി വെക്കാറുണ്ട്? നിങ്ങളോട് ഇന്ന് ചോദിച്ചു നോക്കിയേ. നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് എന്താണ്? പ്രോഫിറ്റാണ്. ഇന്നലെ പോലും എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു ഫ്രം ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ. ഒരു മലയാളി തന്നെയാണത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ നിങ്ങളുടെ ചാനൽ കാണാറുണ്ട്, പിന്നെ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അത് രണ്ടും പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം ഹാപ്പിയായി. കാരണം ഒന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ ചാനൽ കാണാറുണ്ട്, നമ്മൾ ചെയ്യുന്ന വർക്ക് യൂസ്ഫുള്ളാണ് ഒരാൾ പറയുമ്പം ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ട്രേഡിങ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതും നല്ലൊരു കാര്യമാണ്. ആൻഡ് തേർഡ് തിങ്, പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം,
എനിക്കൊരു ഒരു ചെറിയൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര രൂപ എനിക്ക് ക്യാപിറ്റലായിട്ട് വേണ്ടി വരും? പുള്ളി ഞാനിവിടുത്തെ ജോലി ഒഴിവാക്കിയിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനായിട്ട് എനിക്ക് എത്ര ക്യാപിറ്റൽ വേണ്ടി വരും എന്നൊന്നുമല്ല ചോദിച്ചേക്കണേ. പുള്ളി പറഞ്ഞത് എനിക്ക് ചെറിയൊരു ഇൻകം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് എനിക്ക് എത്ര ക്യാപിറ്റലിൻ്റെ ആവശ്യം വേണ്ടി വരും. ഞാൻ അദ്ദേഹത്തെ ഫസ്റ്റ് അദ്ദേഹം അത് ചോദിച്ചപ്പോൾ ഞാൻ അധികം മിണ്ടിയില്ല. ആൻഡ് ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ഈസ് നോട്ട് എ ബിഗ് മാറ്റർ എന്ന് പറഞ്ഞു. ക്യാപിറ്റൽ ഒരു വലിയൊരു മാറ്റർ ഒന്നും അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. എഗെയിൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇതേ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആദ്യം പഠിക്കേണ്ടേ? നിങ്ങൾക്ക് ആദ്യം ട്രേഡിങ് എന്താണെന്ന് അറിയണ്ടേ? എന്നിട്ടല്ലേ നിങ്ങൾ കാശ് ഉണ്ടാക്കണേ? ക്യാഷ് ഉണ്ടാക്കൽ സെക്കൻഡറി ആണ്. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 1500 രൂപ ഉണ്ടെങ്കിൽ പോലും മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാം. ബട്ട് നിങ്ങൾ പകുതി പേരും ശ്രമിക്കുന്നത് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനല്ല. നിങ്ങൾ പകുതി പേരും ശ്രമിക്കുന്നത് ടു മേക്ക് മണി എന്നുള്ളതാണ്. കാശ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ എല്ലാവരുടെയും ചിന്ത. ഈ ക്യാഷ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം. എങ്ങനെയാണ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക? നിങ്ങളുടെ പല ആളുകളും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളത് റിയലൈസ് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാനീ പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലാവും. എങ്ങനെയാണ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക? ചാർട്ട് എന്താണെന്ന് അറിയില്ല, CE എന്താണെന്ന് അറിയില്ല, PE എന്താണെന്ന് അറിയില്ല, പ്രോപ്പറായിട്ട് എന്താണ് ഡെയിലി അല്ലെങ്കിൽ ബിഗർ ടൈം ഫ്രെയിമിൽ നടക്കുന്ന പിക്ചർ എന്താണെന്ന് അറിയില്ല. ഇതൊന്നും അറിയാണ്ട് നമ്മൾ വന്നിട്ട് ട്രേഡ് ചെയ്യും, അക്കൗണ്ട് കത്തിക്കും, എഗെയിൻ ഫണ്ട് ആഡ് ചെയ്യും, അക്കൗണ്ട് കത്തിക്കും, എഗെയിൻ ഫണ്ട് ആഡ് ചെയ്യും, അക്കൗണ്ട് കത്തിക്കും. ഈ എഗെയിൻ ഫണ്ട് ആഡ് ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് മാർക്കറ്റ് പ്രോഫിറ്റ് കാണിച്ചു തരുന്നുണ്ട്. കാരണം നിങ്ങളിവിടെ നിൽക്കേണ്ടത് മാർക്കറ്റിൻ്റെ ആവശ്യമാണ്. മാർക്കറ്റ് ഈ ഒരു അഭ്യാസം നിങ്ങൾ എഗെയിൻ ആൻഡ് എഗെയിൻ സൈക്കിളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് വൺസ് ഈ ഒരു സൈക്കിളിൽ നിന്ന് സ്ട്രഗിൾ ചെയ്ത് അത്യാവശ്യം മാക്സിമം ലെവലിൽ ഫ്രസ്ട്രേഷൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി തുടങ്ങും. ഓക്കെ, ഞാൻ ഈ ചെയ്യുന്ന പരിപാടിയല്ല ആക്ച്വലി ട്രേഡിംഗ് എന്നുള്ളത്. അപ്പം നിങ്ങൾ മാർക്കറ്റിനെ കുറിച്ച് ഇൻഡെപ്തായിട്ട് പഠിക്കാൻ തുടങ്ങും. ഈ ഇൻഡെപ്തായിട്ട് പഠിച്ചു തുടങ്ങുമ്പം നിങ്ങളുടെ ലോസുകൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുന്ന സ്റ്റേജിലേക്ക് മാറും. അത് സെക്കൻഡ് സ്റ്റേജാണ്. ലോസുകൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം പ്രീവിയസ്ലി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലോസിൻ്റെ വലിയൊരു പെയിൻ നിങ്ങളുടെ മുകളിലുണ്ട്. അതുകൊണ്ട് പ്രോഫിറ്റ് നിങ്ങൾ കാണുമ്പോഴേക്ക് നിങ്ങൾ എക്സിറ്റ് ആയി പോകും. സെക്കൻഡ് സ്റ്റേജിൽ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആരൊക്കെയാണ് ഫസ്റ്റ് സ്റ്റേജിലുള്ളത്, സെക്കൻഡ് സ്റ്റേജിലുള്ളത് നിങ്ങൾ താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് അഗെയിൻ ആ ഒരു പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പം എങ്ങനെ ആക്ച്വലി ഉണ്ടാവുകയെന്നറിയാം. നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം. മാർക്കറ്റിൽ ഇന്ന കാര്യങ്ങളായിരിക്കാം സംഭവിക്കാൻ പോവുക, ഇന്ന കാര്യങ്ങളായിരിക്കാം സംഭവിക്കാൻ പോവുക എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ബട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പേടിയായിരിക്കും. ഇന്ന എനി ചാൻസസ് അല്ലേ ഹിറ്റാവോ, കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുന്നൊരു കേസില്ലേ, ആ ഒരു കേസാണ് മൂന്നാമത്തെ സ്റ്റേജായിട്ട് വരിക. ഈ കോൺഫിഡൻസ് ഇല്ലായ്മ എന്നുള്ള സ്റ്റേജിൻ്റെ അവിടെ മുതലാണ് നിങ്ങൾ ആക്ച്വലി വളർന്ന് തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം വൺസ് കുറേ ഒരു ഇതിനകത്ത് എന്താ സംഭവിക്കുക എന്നറിയാം. ഇതിനകത്ത് അൾട്ടിമേറ്റായിട്ട് ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരിക്കലും നമുക്കൊരു 100% വിൻ റേഷ്യോ നമുക്ക് കിട്ടില്ല എന്നുള്ളത് അല്ലേ. ലെറ്റ് സപ്പോസ് നമുക്കൊരു 60% വിൻ റേഷ്യോ ആണ് ഉള്ളതെന്ന് വെക്കുക. നമ്മൾ 60% വിൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ 6 ഔട്ട് ഓഫ് 10 ട്രേഡ് നമ്മൾ വിജയിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ നമ്മൾ വിജയിക്കുന്ന, അതായത് നമ്മൾ 6 ട്രേഡേ വിജയിക്കുകയുള്ളൂ. ആ ഒരു കാൽക്കുലേഷനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വിജയിക്കുമായിരുന്ന 4 or 5 ട്രേഡിനെ നമ്മൾ കൺഫ്യൂഷൻ കൊണ്ട്, പേടി കൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 6ാമത്തെയും 7ാമത്തെയും ട്രേഡ് നമ്മൾ പഞ്ച് ചെയ്തു. അത് SL-ലേക്ക് പോകേണ്ട ട്രേഡായിരുന്നു, അത് SL-ലേക്ക് പോയി. ഈ 6 ട്രേഡ് വാച്ച് ചെയ്ത് കിട്ടിയ കോൺഫിഡൻസ് പൊട്ടിത്തെറിച്ച് പോയി. ആൻഡ് എഗെയിൻ ഈ പ്രോസസ്സ് തന്നെ വീണ്ടും വരികയാണ്. കാരണം നിങ്ങളിപ്പോൾ ഉള്ളത് 3rd സ്റ്റേജിലാണ്. അക്കൗണ്ട് വാഷ് ഔട്ട് ആക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തിയിട്ടുണ്ട്. ആൻഡ് എഗെയിൻ സെക്കൻഡ് സ്റ്റേജിലേക്ക് വന്നപ്പം മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു സ്റ്റേജിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഈ പഠിക്കുന്ന സ്റ്റേജിലാണ് കാര്യമായിട്ടുള്ള അൺലേണിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ സ്ട്രാറ്റജി തപ്പിപ്പോകുന്ന പരിപാടികളൊക്കെ തീരുന്നത്. ആൻഡ് അവിടുന്ന് ഒരു സ്ട്രാറ്റജിയിൽ ഫിക്സായി, അവിടുന്ന് ഒരു സെറ്റപ്പിൽ ഫിക്സായിട്ട് അടുത്ത 3ാമത്തെ സ്റ്റേജിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എഗെയിൻ അക്കൗണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്? പൊട്ടിച്ച് കളയാണ്. ലൈക്ക് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഏത് വേയിലേക്കാണ് ഞാൻ പോവേണ്ടത് എന്നറിയാം, എങ്ങനെയാണ് ഞാൻ പോവേണ്ടത് എന്നറിയാം. ബട്ട് ആ ഒരു സ്റ്റെപ്പിനെ എടുത്ത് വെക്കാൻ പറ്റാത്ത ഒരു പേടി, ഒരു ഫിയറും കാര്യങ്ങളൊക്കെ വരും. ആൻഡ് വൺസ് അതിനെ ഒന്ന് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു സ്ട്രൈറ്റ് ലൈനാണ്. ആ ഒരു സ്ട്രൈറ്റ് ലൈനിലാണ് നിങ്ങൾ
പിന്നെ ഭയങ്കരമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങുക. ലൈക്ക് എനിക്കത് ചെയ്യണം, എനിക്കിത് ചെയ്യണം. കാരണം നിങ്ങളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഈ മൂന്നാമത്തെ സ്റ്റേജ് ഒന്ന് കഴിയുമ്പോഴേക്ക്. ആൻഡ് അവിടെ വെച്ചിട്ടാണ് മാർക്കറ്റ് സൈക്കിൾ വരാൻ പോകുന്നത്. എന്താണ് ഈ മാർക്കറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ എത്ര പേര് പ്രോപ്പറായിട്ടുള്ള ഒരു ബെയർ മാർക്കറ്റിനെ കണ്ടിട്ടുണ്ട്? നിങ്ങളിപ്പോൾ ബുൾ മാർക്കറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ? നിങ്ങളിപ്പോൾ ബുൾ മാർക്കറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെയർ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ നോക്കാൻ പറ്റുക? ലെറ്റ്സ് ബെയർ മാർക്കറ്റ് എന്നതിന് പറയാൻ പറ്റില്ല. ബട്ട് എന്നാലും നമുക്ക് പറയാൻ പറ്റുന്നത് ലാസ്റ്റായിട്ട് വന്നുള്ളത് അദാനി ഇഷ്യൂവിൽ, അതായത് കഴിഞ്ഞ 2023 ജനുവരി 24 ആ സമയത്താണത്. ആ ഒരു സമയത്ത് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ അത്യാവശ്യം മോശമില്ലാത്തൊരു കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസം കറക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് പ്രോപ്പർ ഒരു ബെയർ മാർക്കറ്റിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു സൈക്കിൾ ഫുള്ളാവുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുക? നമ്മൾ എത്രത്തോളം നമുക്ക് നമ്മളുടെ അക്കൗണ്ട് സ്റ്റേബിളായിട്ട് നിർത്താൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് അതും കഴിഞ്ഞാലാണ് നിങ്ങളുടെ എന്താ പറയുക ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളൊരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തുക. സോ ആ ഒരു പോയിന്റിലേക്ക്, അതായത് ഇത് സ്ലോ ആൻഡ് സ്റ്റഡി മാത്രം നടക്കുന്നൊരു പരിപാടിയാണ്. ഇന്ന് വന്നിട്ട് അക്കൗണ്ടിൽ ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം നാളെ എനിക്ക് പ്രോഫിറ്റ് വേണമെന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിൽ നടക്കില്ല. ട്രേഡിങ് അങ്ങനെ ഈസി ആയിട്ട് കിട്ടുന്നൊരു പരിപാടിയല്ല. അപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ജേണി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്നുള്ള വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നല്ലതുപോലെ സ്ട്രഗിൾ ചെയ്യും. ആൻഡ് അതുപോലെയുള്ള ആ ഒരു വീഡിയോയിലും അതുപോലെ തന്നെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ മുട്ടയുണ്ടല്ലോ, അതിങ്ങനെ തിളക്കിക്കൊണ്ട് കിടക്കുന്നത് എന്ത് കാര്യത്തിനാണെന്നറിയോ? ആകെ എണ്ണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് എണ്ണി എടുക്കാൻ വരുന്ന മുടി ഇതിനകത്തുള്ളൂ. ലൈക്ക് ഇൻ ദ സെൻസ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്, ഇവിടെയൊക്കെ ബാക്കിലൊക്കെ അത്യാവശ്യം മുടിയിട്ടാൽ. എനിക്ക് ഇതൊന്നും പറയുന്നതിൽ പ്രത്യേകിച്ച് നാണക്കേടോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. സോ അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ ട്രേഡിങ്ങിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങളൊരു ട്രേഡറാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് ലെറ്റ്സ് സേ നിങ്ങളൊരു 3-4 വർഷമായിട്ട് മാർക്കറ്റിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹാബിറ്റ് എന്തായിരുന്നു, അല്ലെങ്കിൽ ഒരു റൊട്ടീൻ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ സ്ട്രക്ചർ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്ന് പോയിട്ട് ഡോറൊന്ന് ലോക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മിററിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഡ്രസ്സൊക്കെ അൺഡ്രസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക, ഇപ്പം നിങ്ങളുടെ ഫിസിക്കൽ സ്ട്രക്ചർ എന്താണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് ജിമ്മിലൊക്കെ പോകുന്ന വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റായിരിക്കും. ബട്ട് അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പഴയ ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയും ഈ ഒരു ഫോട്ടോയും വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത്. സോ ഇത് ഒരു ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു പരിപാടിയല്ല. ഇത് പഠിച്ചെടുക്കുമ്പം അതിൻ്റേതായിട്ടുള്ള പൈസ ചിലവുകളുണ്ട്, ഫണ്ട് ഒരുപാട് ചിലവുണ്ടാവും. കാരണം ഇപ്പം ഞാൻ ക്ലിയർ ആയിട്ടൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ മാർക്കറ്റിൽ ഇനീഷ്യൽ ടൈമിൽ എത്രത്തോളം പൈസ, അതായത് ഞാൻ സ്റ്റേജ് 1 പറഞ്ഞില്ലേ, ആ ഒരു സ്റ്റേജ് 1 ഞാൻ പൈസ ഞാൻ മാർക്കറ്റിൽ കളഞ്ഞിട്ടുണ്ടോ? സ്റ്റേജ് 2 അതിനേക്കാളിലും കൂടുതൽ പൈസ ഞാൻ പഠിക്കാനായിട്ട് ചിലവഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? ഇന്ത്യയിലുള്ള ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകളുണ്ടല്ലോ, ഇന്ത്യയിലുള്ള ഫേമസ് ട്രേഡേഴ്സ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരുപാടൊന്നുമില്ല, കുറവായിരിക്കും. കാരണം ആ ഒരു ചാർട്ടും നമ്മുടെ ഒരു ചാർട്ടും, കാരണം ഒരു ഫോറക്സ് ആണ് അധികവും ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് നമ്മളുടെ ചാർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ചെറിയ വ്യത്യാസമുണ്ട്. ഇൻ ദ സെൻസ് ട്രേഡിംഗ് സ്റ്റൈലിൽ ചെറിയ വ്യത്യാസമുണ്ട്. സോ ഞാൻ അതിനകത്തേക്ക് ഒരുപാട് അപ്രോച്ച് ചെയ്തിട്ടില്ല. ബട്ട് ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ബെസ്റ്റ് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാത്തിനകത്തും എൻ്റെ പേര് രജിസ്റ്റർ ആയിരിക്കും. എൻ്റെ പേരും ഫോൺ നമ്പറും ഇല്ലാത്ത ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ സെൻസ് ഈ പറഞ്ഞ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല, അതിനകത്ത് ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത്രയും ക്ലാസ്സുകളിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, അത്രയും ഹവേഴ്സ് ഓഫ് ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തുനിന്ന് എന്ത് സ്ട്രാറ്റജിയാണ് ഞാൻ എടുത്തതെന്ന് ചോദിച്ചാൽ 0 എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ കാശ് മുടക്കിയതൊക്കെ വെറുതെ ആണെന്നുള്ള ചിന്തയുണ്ടാകുന്ന നമുക്കിപ്പം ഇല്ല. ഒരു കാശ് പോലും അതിനകത്ത് വെറുതെ പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത് ഞാൻ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ടു റൺ മൈ ബിസിനസ്. ഞാൻ എൻ്റെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആദ്യം ഞാൻ കളഞ്ഞിട്ടുള്ള കാശാവട്ടെ, രണ്ടാമത്തെ സ്റ്റേജിൽ ഞാൻ പഠിക്കാനായിട്ട് കളഞ്ഞിട്ടുള്ള കാശാവട്ടെ, മൂന്നാമത്തെ സ്റ്റേജിൽ ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷവും കളഞ്ഞിട്ടുള്ള കാശാവട്ടെ, ഇതൊക്കെ എൻ്റെ ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാണ്ട് എനിക്ക് എവിടെയും എത്താൻ പറ്റില്ല. സോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, കാശായിട്ടും ടൈമായിട്ടും. നിങ്ങളതിന് രണ്ടിനും റെഡിയാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ പോലും ഞാൻ അവരുടെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് ലോസ് ഉണ്ടാക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തും. ബട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ
ഇതേ ഒരു ട്രാക്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3-6 മാസം നടക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളത്. അത് നടക്കാൻ കഴിയാത്തവൻ താഴെ വന്നിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തും, ഇയാൾ എന്ത് വാങ്ങാത്തൊരേ പറയണേ. എനിക്ക് കാശ് അച്ചടിച്ച് തരുന്ന മെഷീൻ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും എനിക്കറിയില്ല. നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാർട്ടിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഫാൻസി ഇൻഡിക്കേറ്റേഴ്സ് മുകളിലേക്ക് തിരിയുന്നതും താഴത്തേക്ക് തിരിയുന്നതും? എനിക്ക് ആ പരിപാടി അറിയില്ല. ഞാൻ കോൺഫിഡൻ്റ് അല്ല ആ കാര്യത്തിൽ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതിനകത്ത് മാസ്റ്റർ ആവുക എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? എൻ്റെ ആവശ്യം പഠിപ്പിച്ച് തരിക, അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരിക. 100% സിൻസിയറായിട്ട് അത് ചെയ്യാമെന്നേ ഉള്ളൂ. അത് 200% സിൻസിയറായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഗ്യാരണ്ടി ആയിട്ട് പറയാൻ കാരണം? ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം കൊണ്ടാണ്. അതുവരെ നമ്മുടെ ക്ലാസ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സിലബസേ അല്ല ഇപ്പോൾ ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള, അന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു കാര്യമേ അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ളത് ടോട്ടലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്ത ഒരാൾക്ക് ഇന്നും ഈ ക്ലാസ്സുകളിലേക്കൊക്കെ ആക്സസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടോ? സോ ഇവരെ പഠിപ്പിക്കുക എന്നുള്ളത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സിൻസിയറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഞാനത് വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം അന്നുള്ള ആളുകൾക്ക് പോലും ആ ക്ലാസ് അറ്റൻഡ് ചെയ്തവൻ ഇപ്പോഴുള്ള ക്ലാസ് എടുത്ത് വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റിന് തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സോ പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. കാശുണ്ടാക്കൽ രണ്ടാമതാണ്. മനസ്സിലാവുന്നുണ്ടോ? കാശുണ്ടാക്കൽ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. കാശ് താനേ വന്നോളും. നിങ്ങൾ ഈ ഒരു പ്രോസസ്സൊക്കെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാശ് നിങ്ങൾക്ക് താനേ വന്നോളും. സോ ആദ്യം ഇത്രയും സ്റ്റേജുകളുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ സ്ട്രഗിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്ട്രഗിളും മെൻ്റൽ സ്ട്രഗിളും കൂടിയാണെന്ന് മനസ്സിലാക്കുക. കാരണം ഫിനാൻഷ്യലി നമ്മൾ ഇൻബാലൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കുക? ഫിനാൻഷ്യലി നമ്മൾ ഇംബാലൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? നമ്മൾ നേരെ ഡിപ്രഷനിലേക്കൊക്കെ പോകും അല്ലേ? പിന്നെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ തോന്നി തുടങ്ങും. ശരിയല്ലേ? സോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ ആരാണ്? ഞാനൊരു ദിവസം ഇരുന്നിട്ട് ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു ദിവസത്തെ ലോസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, ലെറ്റ്സ് ഞാനൊരു 20,000 റുപ്പീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നോർമൽ ഷോപ്പ് കീപ്പറായിട്ട് നിൽക്കുന്ന ഒരാളുടെ ഒരു മന്ത്ലി സാലറിയാണ് ഞാൻ ഒരു ദിവസം എൻ്റെ റിസ്ക് ആപ്പിറ്റൈറ്റായിട്ട് വെക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ എനിക്കതിന് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എൻ്റെ കപ്പാസിറ്റി അളക്കുന്നത് എൻ്റെ വെൽത്ത് എത്രയുണ്ട് എന്നുള്ളതനുസരിച്ചല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം നമ്മളുടെ മാർക്കറ്റിൽ FIIs സെല്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ബൈ ചെയ്യുന്നത് തൗസൻഡ്സ് ഓഫ് ക്രോഴ്സിനാണ്. സോ അത്രയും വെൽത്ത് എന്തായാലും നമ്മളുടെ കയ്യിലില്ല അല്ലേ? സോ എൻ്റെ വെൽത്ത് അല്ല എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ഞാൻ മാർക്കറ്റിനോട് എത്രത്തോളം പാഷനേറ്റാണ്, ഞാൻ മാർക്കറ്റിന് എത്ര ടൈം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. സോ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, ഇന്നിപ്പം നമ്മളിപ്പം ചെറിയ കുട്ടികളായിരുന്ന സമയത്തെ നമുക്കൊരു ഇതുണ്ടായിരുന്നു, എന്താ പറയുക, പസിൽസും കാര്യങ്ങളൊക്കെ തരുമായിരുന്നു. സ്കൂളുകളിൽ പസിൽസും കാര്യങ്ങളൊക്കെ തരുന്നു. എന്തായിരുന്നു അതിൻ്റെ പരിപാടി? ചെറിയ ഡോട്ടുകൾ കണക്ട് ചെയ്ത് ഇങ്ങനെ പോവുക. 1, 2, 3 ഈ ഡോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോൾ എന്താവും? അതെന്തെങ്കിലും ഒരു ഡ്രോയിങ് ആയിട്ട് മാറും. മേ ബി ഒരു എലഫൻ്റ് ആയിട്ട് മാറും അല്ലേ? മേ ബി ഒരു റാബിറ്റ് ആയിട്ട് മാറും. സോ ഇങ്ങനെ ഡോട്ടുകൾ കണക്ട് ചെയ്ത് പോയിട്ടാണ് നമ്മൾ ആ ഒരു പിക്ചർ വരക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കാറ് അല്ലേ? സോ അതുപോലെ തന്നെയാണ് ട്രേഡിങ്. നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി. നിങ്ങളൊരു ചെറിയ കുട്ടിയാണ്, ട്രേഡിങ് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം എൻ്റെ കഥാപ്രസംഗം കേൾക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുമോ, അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഡേ പോയിട്ട് ന്യൂ ട്രേഡിംഗ് സ്ട്രാറ്റജി ഫോർ ബാങ്ക് നിഫ്റ്റി നടിക്കാൻ പോയിരിക്കുമോ? ഇപ്പോൾ നിങ്ങളുടെ ഫോണൊക്കെ ഡെഫിനറ്റ്ലി എനിക്ക് പറയാൻ പറ്റും, ഫോൺ എടുക്കുമ്പോൾ തന്നെ ഒരു 5-6 സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് ബാറിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ന്യൂ മലയാളം മൂവീസ് നടിക്കാൻ പോയിരിക്കും. മേ ബി ന്യൂ നടിക്കുമ്പോഴേക്ക് ന്യൂ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നായിരിക്കും വരണേ ഫോർ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അല്ലേ? അതല്ലാന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഇപ്പം ബേക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് അടിക്കാനായിട്ട് അടിക്കുമ്പോഴേക്ക് ബാങ്ക് നിഫ്റ്റി ട്രേഡിംഗ് സ്ട്രാറ്റജി ഇതായിരിക്കും വരാൻ പോകുന്നത്. ശരിയല്ലേ? കാരണം ഇത് നമ്മൾ ചെയ്തുകൊണ്ട് ഇത് എന്തുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഞാൻ ചെയ്തിട്ടുള്ള പ്രോസസ്സുകളാണ് ഇതെല്ലാം തന്നെ. സോ നമ്മൾ ഈ ഡോട്ട് കണക്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കാനായിട്ട്.
സോ അതുപോലെ തന്നെ ഇതും ഈ ഒരു രീതിയിൽ മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ആൻഡ് അഗെയിൻ പറഞ്ഞതുപോലെ ഈ പെയിനുകൾ കുറക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 1-2 ദിവസത്തിന് ട്രേഡ് എടുക്കാണ്ടിരിക്കുക. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ബട്ട് ചെയ്താൽ മതിയായിരുന്നു, ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് ഇപ്പം ഞാനത് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ചാർട്ട് നിങ്ങൾക്ക് ഇത് അയച്ചു തരാറില്ലേ? അയച്ചു തരുന്ന ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ ഞാൻ ട്രേഡ് എടുക്കാറില്ല മക്കളെ. അതിൻ്റെ തലേ ദിവസം ഞാൻ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ എം ഡെഫിനറ്റ്ലി ഷുവർ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് മൊമെൻറ്റം കിട്ടും, ഇതിൻ്റെ താഴത്തേക്ക് മൊമെൻറ്റം കിട്ടും എന്നുള്ളത്. ബട്ട് അത് ഉണ്ടെങ്കിൽ പോലും ഞാൻ ആ ട്രേഡിനെ ഞാൻ പഞ്ച് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് എടുക്കാത്തത്? തലേ ദിവസം മേ ബി ഞാൻ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ തലേ ദിവസവും അതിൻ്റെ മുമ്പത്തെ ദിവസവും ഞാൻ മേ ബി ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. സോ എൻ്റെ സൈക്കോളജിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ദിവസം ലീവ് എടുക്കുക എന്ന് പറയുന്നത് അതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ മനസ്സിലാവുന്നുണ്ടോ കാര്യം നമുക്ക്? സോ ലോസാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോസ് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ലീവൊക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മുടെ സൈക്കോളജി ഒന്ന് ബാലൻസ് ആവട്ടെ. ആൻഡ് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഗെയിൻ ഇറങ്ങി പൊളിക്കാൻ പറ്റും. മാർക്കറ്റ് നാളത്തോടു കൂടി ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. മാർക്കറ്റ് എന്നും റണ്ണായിക്കൊണ്ടിരിക്കുന്ന പരിപാടിയല്ലേ. സെബിയുടെ ഡാറ്റാസ് തന്നെ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഏകദേശം 89% ഓഫ് ആളുകൾ ലോസ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് അതിനകത്തുനിന്ന് രക്ഷപ്പെട്ട് വരുന്ന ആദ്യത്തെ 3 മാസം 6 മാസം കൊണ്ട് വരുന്ന ന്യൂ ട്രേഡേഴ്സ് എല്ലാം തന്നെ മാർക്കറ്റിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ടെന്നാണ് പറയണേ. ആൻഡ് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്ന ആളുകൾ വിത്തിൻ 3 months കൊണ്ട് അവർ മാർക്കറ്റിൽ പ്രോഫിറ്റബിൾ ട്രേഡേഴ്സായിട്ട് മാറുന്നുണ്ട് എന്നാണ് സെബി തന്നെ പറയുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഈ 3 എന്നുള്ളത് മേ ബി 4 ആയേക്കാം, 5 ആയേക്കാം. കാരണം നിങ്ങളൊരു LLB പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു MBBS പോവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രോപ്പർ ജോലി കിട്ടുന്ന നല്ലൊരു ജോലി കിട്ടുന്ന ഫീൽഡ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ITIയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങളൊരു മെക്കാനിക് ആവാനായിട്ട് ഇപ്പം അതിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എക്സ്പീരിയൻസിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു 5 വർഷം എടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ട്രേഡിങ്ങിന് മാത്രം അത് കൊടുക്കാത്തത്? ട്രേഡിങ്ങിലേക്ക് എത്തുമ്പോൾ മാത്രം എന്താ നിങ്ങളുടെ സൈക്കോളജി ഇത്രയും ഡിസ്ബാലൻസ് ആയി പോകുന്നത്? നാളെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കണം, നാളെ തന്നെ വീട് വെക്കണം, നാളെ തന്നെ ഔഡി വാങ്ങിക്കണം, ഇതൊക്കെയല്ലേ ചിന്തകൾ അല്ലേ? നമ്മൾ റോങ് ഇൻഫ്ലുവൻസ്ഡ് ആയി പോവുകയാണെന്ന് ഞാൻ പറയുള്ളൂ. ഇൻസ്റ്റാഗ്രാമിലാവട്ടെ, യൂട്യൂബിലാവട്ടെ, ഈ റീൽസുകൾ കാണിച്ചു തരുമ്പം ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഫേക്ക് പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫേക്ക് പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് സിറോദയുടെ ടെർമിനൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, മറ്റേതിൻ്റെ ടെർമിനൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. മക്കളെ 3000-3500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കിട്ടും, ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതെടുക്കാൻ പറ്റും, എന്താ P&L റിപ്പോർട്ട് എടുക്കാൻ പറ്റും. എത്ര മാസത്തതാ എത്ര വർഷത്തതാ വേണ്ടതെന്നുള്ളത് എടുക്കാൻ പറ്റും. റിയൽ ട്രേഡിൻ്റെ സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. വേണം നിങ്ങൾക്ക് ആർക്കെങ്കിലും? വേണ? നിങ്ങൾക്ക് ഇതിൻ്റെ റിയാലിറ്റി അറിയാഞ്ഞിട്ടാ. ഈ പ്രോഫിറ്റിൻ്റെ പിറകെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എക്സ്പീരിയൻസിലേക്ക് നോക്കുക. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾക്കത് ഉണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങൾ ബാക്കിയുള്ളവനെ തോണ്ടുന്ന പരിപാടി ആദ്യം നിർത്തുക. നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണത്. നമ്മൾ എന്താണെന്നറിയോ, നമ്മൾ പരാജയപ്പെട്ടോട്ടെ, മറ്റുള്ളവൻ വിജയിക്കരുത് എന്നുള്ളതാണ് നമ്മളുടെ ചിന്ത. നമ്മൾ മിസ്റ്റേക്കൺ ആയിക്കോട്ടെ, നമ്മൾ റോങ് ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ബട്ട് എല്ലാവരും എന്നെ പോലെ ആയിരിക്കണം. അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്ര തന്നെ എനിക്കും ഉണ്ടാക്കണം. നമ്മൾ ആരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ട്രേഡറും ഒരു ലോസ് ഉണ്ടാക്കുന്ന ട്രേഡറും തമ്മിൽ കാഴ്ചയിൽ വലിയ യാതൊരു വ്യത്യാസങ്ങളുമില്ല. എല്ലാ റൊട്ടീനുകളും എല്ലാ ദിവസവും സെയിം ആയിട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. വീട്ടിൻ്റെ ജോലിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, മക്കളെ സ്കൂളിൽ കൊണ്ടുവരുന്ന ആൾക്കാരായിരിക്കാം. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ബട്ട് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സ് അവരെന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് അറിയാം. അവരുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, സൈക്കോളജിനെ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? സൈക്കോളജിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എഴുതി വെക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ തുടക്കം മുതൽ എഴുതി വെക്കുക. എന്നിട്ട് ആ മിസ്റ്റേക്കിനെ എഗെയിൻ നിങ്ങൾ എഴുതി വെച്ചാലും നിങ്ങൾ ആ മിസ്റ്റേക്കിനെ ചെയ്യും. നിങ്ങളൊരു മാസത്തിൽ 10 പ്രാവശ്യം സെയിം മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത മാസം മുതൽ ആ 10നെ 8ലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ആ 10നെ ഒറ്റ ദിവസം കൊണ്ട് ആ 10നെ നിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. കാരണം
റെസിസ്റ്റൻസ് ആണ് 50,000 എന്നുള്ള റൗണ്ട് നമ്പർ റെസിസ്റ്റൻസ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതിപ്പം ഏതൊരു ബേസിക് മാർക്കറ്റിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്കും അറിയാം 50,000 എന്ന് പറയുന്ന റൗണ്ട് നമ്പർ റെസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ സപ്പോർട്ടാണെന്നുള്ളത്. ആ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് ഫോളായി താഴത്ത് വരുമ്പം അവിടെ എത്തിയിട്ട് ഓക്കെ ഇനിയും താഴെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാനടക്കം ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് ബേസായിട്ട് അറിയാവുന്ന കാര്യമാണ് റൗണ്ട് നമ്പർ ഈസ് സപ്പോർട്ട് എന്നുള്ളത്. എന്നാലും അത് ചെയ്യും. സോ ഈ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തായാലും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും, എഗെയിൻ ആൻഡ് എഗെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് മാർക്കറ്റിൻ്റെ സിമ്പിളായിട്ടുള്ള ഫണ്ടാന്ന് പറഞ്ഞാൽ. ഇതിനകത്തുനിന്ന് 100% കറക്റ്റ് ആക്കാൻ പറ്റുക എന്ന് പറഞ്ഞ പരിപാടി മാർക്കറ്റിൽ ഇല്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അതിനകത്ത് നിന്ന് സർവൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിതെല്ലാത്തിനും ശരിയാക്കാൻ പോകുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് നാളെ തന്നെ അമ്മയുടെ കൂടെ പോയിട്ട് ചായ കുടിക്കാനാണോ? അതിനാണോ നിങ്ങളെല്ലാം ശരിയാക്കാൻ പോണേ? നിങ്ങളെല്ലാം ശരിയാക്കേണ്ടെന്ന്, നിങ്ങളെല്ലാം തികഞ്ഞ മനുഷ്യന്മാരൊന്നുമില്ല അല്ലേ? നിങ്ങളെല്ലാം തികഞ്ഞ ആൾക്കാരൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം ശരിയാവാനും നിൽക്കണ്ട. നിങ്ങളുടെ മിസ്റ്റേക്കുകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു മാസത്തിൽ 10 പ്രാവശ്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത മാസം അതിനെ 8 ആക്കാൻ നോക്ക്. അതിൻ്റെ അടുത്ത പിറ്റത്തെ മാസം പോയിട്ട് അതിനെ 6 ആക്കാൻ നോക്ക്. പിറ്റത്തെ മാസം അതിനെ 5 ആക്കാൻ നോക്കുക. പിറ്റത്തെ മാസം അതിനെ 3 ആക്കാൻ നോക്കുക. പിറ്റത്തെ മാസം എന്തായാലും ഈ 3ലേക്ക് കൊണ്ടുവന്ന സാധനം പിറ്റത്തെ മാസം നിങ്ങൾ 7ലേക്ക് പിന്നെയും കൊണ്ടുപോകും. 110% ഷുവറാണ്. കാരണം അവിടെ എത്തുമ്പോഴേക്ക് നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് ആവും. ഫിലിമിൽ മറ്റേ കൂട്ടുകാരൻ അജോർഗീസ് പറഞ്ഞു കൊടുക്കുന്ന പോലെ നീ പൊളിയാടാ, നീ കൊലമാസാടാ, നീ വേറെ ലെവലാടാന്ന് മനസ്സ് ഇങ്ങനെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ട്രേഡ് ഇങ്ങനെ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇന്നൊരു ദിവസം കൊണ്ട് നീ പൂശാൻ പോണെയാണ് പൊന്നുമോനെ, വെച്ച് കീച്ചിക്കൊന്ന് ഇങ്ങനെ മനസ്സ് ബാക്കിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് ചെയ്യും? യൂഷ്വലി എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ അപ്പുറത്തേക്ക് ഒരു 0 കൂടിയാണ് ആഡ് ചെയ്യും. പിന്നെ ഒരു തീയും പുകയും മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. എന്താ നടന്നത്, എവിടെയാണ് കാശ് പോയത്, ഒരു പിടുത്തം ഉണ്ടാവില്ല. സത്യമല്ലേ? എത്ര ആൾക്കാർ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ ഡിസിപ്ലിൻ ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. 110% എഴുതി ഒപ്പിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. എത്ര തന്നെ ഡിസിപ്ലിൻ ആയി കഴിഞ്ഞാലും നിങ്ങൾ മിസ്റ്റേക്കുകൾ വരുത്തും. നിങ്ങൾ വരുത്തിക്കോന്നേ. എപ്പോഴും പറയുന്നത് പോലെ എല്ലാ പ്രാവശ്യവും ജയിക്കണം എന്നുള്ള ചിന്ത ഒഴിവാക്കിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ തോൽക്കുകയുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് വരുത്തുക. നല്ല രസമുള്ള പരിപാടിയല്ലേ അത്? ഞാൻ തോൽക്കും, ബട്ട് എല്ലാ പ്രാവശ്യവും തോൽക്കൂല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ തോൽക്കുള്ളൂ. നല്ല രസമുണ്ടാവും. നിങ്ങളുടെ ട്രേഡിങ് എങ്ങനെയാണ് ഇമ്പ്രൂവ് ആവുന്നത് എന്നുള്ളത് ഒരു മിറാക്കിൾ പോലെ നമുക്ക് കാണാൻ പറ്റും. മിസ്റ്റേക്കുകൾ എഴുതി വെച്ചാൽ, റിയാലിറ്റിയിലേക്ക് വന്നാൽ. എന്താ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു 3-4 സ്റ്റേജുകളുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ. ആൻഡ് മൂന്നാമത്തെ കേസ് എന്താണ്? മറ്റുള്ളവരിലേക്ക് നോക്കാണ്ടിരുന്നാൽ, മറ്റുള്ളവരുണ്ടാക്കുന്ന പ്രോഫിറ്റിനും ലോസിനും ഒന്നും എനിക്ക് യാതൊരു റോളും ഇല്ലയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പം എന്നെക്കാട്ടിലും ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മേ ബി എൻ്റെ സ്റ്റുഡൻസ് തന്നെ ഉണ്ടാവും. ബട്ട് ഐ ഡോണ്ട് കെയർ. എന്തുകൊണ്ടാണ്? എനിക്കിത് മതി, ഞാൻ ഇതിൽ ഹാപ്പിയാണ്. ഞാൻ ഇവിടുന്ന് പയ്യെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയും. ലോട്ട് സൈസ് കൂട്ടി എനിക്ക് കൊണ്ടുപോകാൻ കഴിയും. ഞാൻ ഹാപ്പിയാണ്. ഞാൻ ലോസ് ഉണ്ടാക്കുന്നുണ്ട്, എഗെയിൻ ഞാൻ ഹാപ്പിയാണ്. കാരണം എന്താ? എല്ലാ ദിവസവും ഞാൻ ലോസ് ഉണ്ടാക്കില്ല എന്നുള്ളത് എനിക്കറിയാം. സോ ആദ്യം മറ്റുള്ളവരിലേക്ക് നോക്കുന്ന പരിപാടികൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന സോഴ്സുകളെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുക. അൺലേൺ ചെയ്യാനുള്ള കാര്യങ്ങൾ അന്നന്ന് തന്നെ അൺലേൺ ചെയ്തു പോവുക. ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി അല്ല, സൈക്കോളജിയാണ് എന്നുള്ള മിനിമം ബോധ്യം ഈ ഒരു വീഡിയോ കണ്ട് അവസാനിപ്പിച്ചിട്ട് ഒരു ലൈക്കും കമൻറ്റും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഓൾ അബൌട്ട് സൈക്കോളജി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടർട്ടി ട്രേഡർ എന്ന് പറഞ്ഞ ട്രേഡിംഗ് ഗ്രൂപ്പിൻ്റെ ഫൗണ്ടറായിട്ടുള്ള റിച്ചാർഡ് ഡെന്നിസ് പറഞ്ഞത്, ഞാൻ എൻ്റെ ട്രേഡിംഗ് റൂൾസും ട്രേഡിംഗ് സ്ട്രാറ്റജിയും പത്രത്തിൽ അച്ചടിച്ചാൽ പോലും അത് വെച്ചിട്ട് കാശുണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? സോ സൈക്കോളജിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്കുകൾ എഗെയിൻ ആൻഡ് എഗെയിൻ വരുത്താണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെടുക്കുന്ന ട്രേഡ് ക്വാണ്ടിറ്റിയിലേക്കോ അങ്ങനെയൊന്നും നോക്കാണ്ടിരിക്കുക. കാരണം ആദ്യം ഇപ്പം നമ്മളെപ്പോഴും പറയുന്നതാണ്, ഒരു വിരൽ ഒരാളുടെ നേരേക്ക് ഒരു വിരൽ ചൂണ്ടുമ്പം ബാക്കിയുള്ള 3-4 വിരൽ ചൂണ്ടുന്നത് നമ്മളിലേക്ക് തന്നെയാണെന്നുള്ളത് അല്ലേ? സോ നമ്മളിലേക്ക് സ്വയം ചോദിക്കുക. ഞാൻ എൻ്റെ ട്രേഡിംഗ് ഡെസ്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് ഞാൻ എന്നെ പുളിച്ചതെറി പറയാറുണ്ട്. ഇപ്പം വിഷ്ണു അടക്കം നമ്മളുടെ ഓഫീസിലുള്ള സ്റ്റാഫ് അടക്കം അത് കേട്ടിട്ട് ചിരിക്കാറുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ കൈവച്ചിട്ട് പരത്തെറി ഞാൻ എന്നെ വിളിക്കാറുണ്ട്. പടച്ചോനാണ് സത്യം. എന്ത് മാങ്ങാത്തോലേക്ക് കാണിക്കണം എന്നുള്ളത് ഞാൻ എന്നോട് ചോദിക്കാറുണ്ട്. സോ അതേപോലെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുക.
നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ആണുള്ളതെന്ന് നിങ്ങളോട് ചോദിക്കുക. ഒരു ദിവസം 1000 രൂപ ആൻഡ് പ്ലസ് മാസത്തിൽ നിങ്ങൾക്കൊരു 18 ദിവസം സക്സസ് റേറ്റ് ഏകദേശം 18,000 രൂപയാണ് നിങ്ങൾ എയിം ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കാം. ആൻഡ് ഈ ഒരു 1000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരാഴ്ചത്തെ മാത്രം കണക്കാണ് കൂട്ടണേ. ആ ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വേണം, അത് 2000-ലേക്കോ 3000-ലേക്കോ കൊണ്ടുപോകാനായിട്ടാണ് നിങ്ങളുടെ ശ്രമം അല്ലേ. സോ ആദ്യം നിങ്ങൾക്കതിനുള്ള ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ആംബിയർ ഉണ്ടോ എന്നുള്ളത് നിങ്ങളോട് ചോദിക്കുക. ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡു പഞ്ച് യുവർ ട്രേഡ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈ പറഞ്ഞ സ്റ്റേജസ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റേജസ് കടക്കാണ്ട് നിങ്ങൾ ആരും തന്നെ ട്രേഡർ ആവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ ഇത് എങ്ങനെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതെന്ന് എനിക്ക് വലിയ യാതൊരു ഐഡിയ ഇല്ല. കാരണം ഇതൊരു പ്രിപ്പയർഡ് ചെയ്ത് വെച്ച നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പോയിൻ്റൊന്നുമല്ല. എനിക്ക് ആ ഒരു ഫ്ലോയിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനിടയിലേക്ക് ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.